തുടർന്ന് ദൈവത്തിന്റെ ദാസൻ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. അതിനായിട്ട് സ്നേഹപൂർവ്വം ദൈവത്തിന്റെ ദാസനെ ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ, കർത്താവിന്റെ വചനവുമായിട്ട് നിൽപ്പാൻ കർത്താവ് ആരോഗ്യവും ആയുസ്സും പുതുക്കി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന കർത്താൻ സാജൻ പാഷക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവ് ഏൽപ്പിച്ച മറ്റു ശുശ്രൂഷകൾ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങളെ മേൽക്കുമേൽ ബലപ്പെടുത്തുമാറാകട്ടെ. ഇന്നും കൃപയാൽ സ്തോത്രം, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാൽ കർത്താവിന്റെ ഇഷ്ടത്താൽ ആമേൻ സ്തോത്രം, നിങ്ങളുടെ മതിയെ കർത്താവിന്റെ വചനമായി നിൽപ്പാൻ കർത്താവ് ബലം നൽകിയതോടെ സ്തുതിക്കുന്നു. ഇന്ന് വാൾമാർട്ടിന്റെ സ്പെഷ്യൽ ഡേ ആയിരുന്നു, ഓഫായിരുന്നു. എല്ലാവരും എത്തണം എന്നുള്ള ഒരാവശ്യത്തില് ഏർലി മോർണിംഗ് ഞാൻ ഇന്ന് പോയത്. സ്തോത്രം, ഞങ്ങൾക്ക് 2 മണിക്ക് ഇന്ന് ജോലിക്ക് കയറണമായിരുന്നു. സ്തോത്രം, കർത്താവ് ഉണർത്തി, കർത്താവ് ബലപ്പെടുത്തി. ഇത്രത്തോളം സമയം അവിടെ ആരോഗ്യത്തോടെ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. നിങ്ങളോടൊപ്പം കൂട്ടായ്മ ആചരിപ്പാൻ കൊതിച്ചു. കർത്താവ് അതിനായിട്ട് എന്നെ ഒരുക്കി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാകുന്നു. കേൾക്കപ്പെട്ട എല്ലാ ആത്മീയ ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആമേ സാജൻ പാഷ സങ്കീർത്തനത്തിൽ നിന്ന് എടുത്ത വിഷയം വളരെ ചിന്തിക്കേണ്ട വിഷയങ്ങളാകുന്നു. നമ്മളെ ദർശിക്കുന്ന ഒരു കണ്ണുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അത് അത്യുന്നതന്റെ കണ്ണുകളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടുന്ന് ദർശിക്കുക മാത്രമല്ല, അവിടുന്ന് നമ്മളെ ശോധന ചെയ്യുന്നു. സ്തോത്രം, ആമേ. നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ നടക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, നമ്മൾ കിടക്കുന്നത്, നമ്മള് സമുദ്രത്തിന്റെ ആമേ അടിയിൽ പോയി പാർത്താൽ, അവിടെ ആകാശത്തിൽ പോയി കൂട് വെച്ചാൽ, അവിടെ ആമേ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെയൊക്കെ പോകും. സ്തോത്രം, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോയി ഒളിക്കും. സ്തോത്രം, പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ആമേ. നമ്മളെ കൂട്ടായ്മയ്ക്ക് നമ്മൾ പ്രാർത്ഥനയ്ക്കായി ഇരിക്കുന്നതിന് മുൻപ്, അതിന് മുൻപുള്ള നിമിഷങ്ങൾ ആമേ നമ്മൾ തന്നെ ശോധന ചെയ്യുന്നത് നല്ലതാണ്. കർത്താവ് നമ്മളെ ശോധന ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നാം നമ്മെ തന്നെ ശോധന ചെയ്യുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ഒരു ദിവസം കർത്താവിൽ ആസ്വദിച്ച ശേഷം, പരിശുദ്ധാത്മാവിൽ ഒരു ദിവസം ആസ്വദിച്ച ശേഷം, നമ്മൾ കിടക്കുന്നതിന് മുൻപ് നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നിരൂപണങ്ങളെല്ലാം തിരുവചന പ്രകാരം നമ്മൾ ശോധന ചെയ്യണം. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. സ്തോത്രം, അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം. സ്തോത്രം. ചിലരിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, ഞാൻ അറിഞ്ഞോ അറിയാതെ ചെയ്ത കുറവുകളൊക്കെ എന്നോട് ക്ഷമിക്കണമേ. ഞാനും ചില സമയത്തൊക്കെ ഓടിച്ച് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ ചില സമയങ്ങളിൽ ആമേ സ്തോത്രം, ദൈവവചനത്തിന് മുൻപാകെ നമ്മളെ ഒന്ന് ശോധന ചെയ്ത് ഒരു ചിന്ത ഉണ്ടെങ്കിലും ദൈവത്തിനോ ദൈവത്തിന്റെ വചനത്തിനോ പ്രമാണത്തിനോ വിരുദ്ധമായിട്ട് നമ്മളൊന്ന് ഒരു പൊട്ടച്ചൊല്ല് പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് അത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും. അത് ഏറ്റു പറഞ്ഞിട്ട് വേണം നമ്മൾ കിടക്കുവാൻ. അങ്ങനെ കടന്നാൽ നമ്മുടെ ജീവൻ ധന്യമായി തീരും. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നോക്കുക, സ്തോത്രം, ഇന്ന് അനേകര് വിശുദ്ധമായി ജീവിക്കുന്നത് നന്മകൾ പ്രാപിക്കാനാണ്. എന്നാൽ നമ്മൾ വിശുദ്ധമായി ജീവിക്കുന്നത് ആമേൻ സ്തോത്രം നന്മകൾ പ്രാപിക്കാൻ വേണ്ടി മാത്രമല്ല. അതിന്റെ പൂർണ്ണമായ ലക്ഷ്യം, വിശുദ്ധ ജീവിതത്തിന്റെ പൂർണ്ണമായ ലക്ഷ്യം, നമുക്ക് വേണ്ടി പ്രാണൻ തന്നെ യേശുനാഥൻ വരാൻ പോകുന്നു. വാനമേഘങ്ങളിൽ കടന്നു വരാൻ പോകുന്നു. കാഹളനാദത്തോടെ വരാൻ പോകുന്നു. നാം എടുക്കപ്പെടണമെങ്കിൽ, കർത്താവിന്റെ വരമെങ്കിൽ നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ, നമ്മൾ രൂപാന്തരപ്പെടണമെങ്കിൽ, നമ്മൾ കർത്താവിനോട് കൂടെ വാഴണമെങ്കിൽ, യുഗമായി നമ്മൾ കർത്താവിനോടൊപ്പം വാഴണമെങ്കിൽ, ആമേനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ ജീവൻ നയിച്ചേ പറ്റത്തുള്ളൂ. മറ്റുള്ളവർ നമ്മളെ നന്നാക്കുന്നതിനേക്കാൾ നല്ലത് നാം തിരുവചന പ്രകാരം നമ്മളെ നന്നാക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദീപം ജ്വലിച്ചു നിൽക്കട്ടെ. സ്തോത്ര, കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ആമീൻ. സ്തോത്രം. കർത്താവിന്റെ ദാസൻ ആമീൻ വിഷയം പറഞ്ഞപ്പോൾ ആമീൻ സ്തോത്രം ഉള്ളിൽ പ്രേരണ ഉണ്ടായിട്ടാണ് ഞാൻ അല്പം കൂടി അത് എംഫസൈസ് ചെയ്ത് പറഞ്ഞത്. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങളുടെ മുൻപിൽ ആമേൻ സ്തോത്രം, ആമേൻ പ്രൈസ് ദി ലോർഡ്, ദൈവ വിളിയുടെ മുൻപാകെ സമർപ്പണം ചെയ്ത ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയ
ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഉണ്ടായ അടുത്ത വ്യക്തിയെ കുറിച്ച് പഠിപ്പാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവ് 6:8 വായിക്കാം. യെശയ്യാവ് 6:8. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, സ്തോത്രം. ഞാൻ ഈ 6-ാം അധ്യായം ഇതിനു മുൻപ് മറ്റൊരു ടോപ്പിക്കായിട്ട് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇതാ നോക്കണമേ, ശക്തനായ ഒരു പ്രവാചകൻ പ്രൈസ് ദി ലോർഡ് ആമേൻ ദൈവം മുൻപാകെ പറയുന്നു. സ്തോത്രം. എന്താണ്? ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടു. അടിയൻ ഇതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ വേദപുസ്തകത്തിൽ വലിയ പ്രവാചകന്മാരുണ്ട്, ചെറിയ പ്രവാചകന്മാരുണ്ട്. വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാണ് യെശയ്യാവ്, യെരമ്യാവ്, എഹെസ്കേൽ, ആമേൻ, ദാനിയേൽ എന്നിവർ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആ കൂട്ടത്തിലാണ് യെശയ്യാവ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, ആമേൻ, സ്തോത്രം. യെശയ്യാവ് 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളില് ദേശത്തിന്റെ കുറവുകൾ കണ്ടുപിടിച്ച് മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് നടന്നായ യെശയ്യാ പ്രവാചകൻ. സ്തോത്രം. 6-ാം അധ്യായത്തിലെ ഞാൻ വേഗം ആമേൻ, സ്തോത്രം, ആമേൻ, തിരുവചനം ധ്യാനിച്ച് മുന്നോട്ട് പോവുകയാകുന്നു. നിങ്ങൾ കൂടെ നിൽക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ആമേൻ. നോക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആ ശക്തനായ പ്രവാചകൻ. സ്തോത്രം. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൽ പറയുന്നു, ഒന്നാം വാക്യം, ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. അവരെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സ്തോത്രം. ഈ വിഷയം മുൻപ് പറഞ്ഞതായതുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷെ മറന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്. ആ വിഷയം പെട്ടെന്ന് ഒന്ന് ഒരു ക്യാപ്സ്യൂളായിട്ട് ഉസിയാവിന്റെ വിഷയം പറയുവാൻ ആഗ്രഹിക്കുന്നു. എടുത്ത് വായിക്കേണ്ട 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളില് ഈ ഉസിയാവിന്റെ വിഷയം പറയുന്നുണ്ട്. സ്തോത്രം. ഉസിയാ രാജാവ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. രാജ്യം ഭരിക്കേണ്ട വ്യക്തി. ഉസിയാവ് നല്ലപോലെ രാജ്യം ഭരിച്ചു. അന്ന് നമ്മൾ വായിച്ചതാണ്. ആമേൻ. സ്തോത്രം. അതേ ആയുധ നിർമ്മാണ മേഖലയിൽ. ആമേൻ. സ്തോത്രം. യുദ്ധ ആയുധങ്ങൾ നിർമ്മാണ മേഖലയിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ നടത്തുകയും ആമേൻ തന്റെ ആ ഭരണകാലത്ത് ആമേൻ, സ്തോത്രം, യെരൂശലേം നല്ല രീതിയിൽ പോവുകയൊക്കെ ചെയ്തു. എന്നാൽ അദ്ദേഹം യാഗമർപ്പിപ്പാൻ കൈനീട്ടി. സ്തോത്രം. ഹല്ലേലൂയ. യാഗമർപ്പിപ്പാൻ കൈനീട്ടിയ ഉസിയാ രാജാവ് കുഷ്ഠരോഗിയായി തീരുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഈ ഉസിയാ രാജാവിനെ ആമേൻ, സ്തോത്രം, ഒരു ആലയത്തിലെ ഒരു പ്രത്യേക അറയിൽ ആമേൻ, സ്തോത്രം, ആമേനാണ് മരണം വരെയും സൂക്ഷിച്ചത്. സ്തോത്രം. പ്രൈസ് ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. കുഷ്ഠം ബാധിച്ചു കഴിഞ്ഞാൽ ഏത് രാജാവാണെങ്കിലും ആമേൻ, സ്തോത്രം, പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ പറയട്ടെ, എത്ര വീരനാണെങ്കിലും എത്ര ശൂരനാണെങ്കിലും സ്തോത്രം. ചില സമയത്ത് ഞാനല്ല, ദൈവത്തിന്റെ ആത്മാവ് എന്നെ കൂടെ അങ്ങ് പറയിപ്പിക്കും. എത്ര ശൂരനാണെങ്കിലും എത്ര പരാക്രമശാലിയാണെങ്കിലും കുഷ്ഠം ഉണ്ടെങ്കിൽ അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അന്നും ഇന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നയമാനെ കുറിച്ച് പറയുന്നത് എന്താണ്? സ്തോത്രം. അവൻ പരാക്രമശാലിയാണ്. ആമേൻ, സ്തോത്ര, സേനാപതിയാണ്. ആമേൻ, രാജാവിന് വേണ്ടപ്പെട്ടവനൊക്കെ ആണെങ്കിലും ആമേൻ എന്തുണ്ടെന്നാ പറയുന്നേ? കുഷ്ഠമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് ഹല്ലേലൂയ വ്യത്യസ്തമായ ഒരു ചിന്ത കർത്താവ് തരികയാണ്. സ്തോത്രം. കുഷ്ഠത്തെ യുദ്ധം കൊണ്ട് മറച്ചു പിടിച്ചവൻ. വിശുദ്ധ വേദപുസ്തകത്തിലെ കുഷ്ഠം അശുദ്ധമാണ്. സ്തോത്രം. ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. സ്തോത്രം. പിന്നെ കർത്താവിന്റെ ആത്മാവ് പറയിപ്പിക്കുകയാണ്. ആമേ, സ്തോത്രം. അകത്ത് കുറവുണ്ട്, മനസ്സിൽ കുഷ്ഠം പിടിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക.
യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. സ്തോത്രം. ഇന്നും എനിക്ക് ആരെയും വിമർശിക്കുന്ന ഒന്നും ഇഷ്ടമല്ലെങ്കിലും തിരുവചനം ഇങ്ങോട്ട് വന്നാൽ പറയാതിരിക്കാൻ പറ്റത്തില്ല. അകത്ത് സകല കുശുമ്പും കുന്നായ്മയും വെച്ചോണ്ടാ യുദ്ധം ചെയ്യുന്നേ. സകല സ്തോത്രം അസൂയയും വെച്ചോണ്ടാ യുദ്ധം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആമേ സ്തോത്രം. വലിയ 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 പ്രകമ്പനം കൊള്ളിക്കുന്ന അല്ലേ സജൻ പാഷ സ്തോത്രം, പ്രകമ്പനം കൊള്ളിക്കുന്ന സ്തോത്രം. ഞങ്ങൾ ദേവാസന്മാരിരുന്ന് ഇതൊക്കെ ഞങ്ങള് പ്രൈവറ്റായിട്ട് ഇന്ന് സംസാരിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ശുദ്ധീകരണം പ്രാപിക്കാറുണ്ട്. പ്രകമ്പനം കൊള്ളിക്കുന്ന ശുശ്രൂഷകളും മറ്റുള്ളവരുടെ കുറവുകൾ വിളിച്ചു പറയുക. അകത്ത് സ്വന്തം ശരീരത്തിൽ എന്തോ കിടക്കുക, കുഷ്ഠം കിടക്കുക. സ്തോത്രം. അവന്റെ ശരീരത്തിൽ കുഷ്ഠം കിടക്കുക. ഞാൻ ഈ ശരീരം മാറ്റിയിട്ട് മനസ്സിൽ കുഷ്ഠവും പിടിച്ച് സ്തോത്രം ആമേൻ പ്രൈസ് ദി ലോർഡ് അത് വെളിപ്പെടുത്താതെ യുദ്ധം ചെയ്യുകയാണ്. അതിന് പരിഹാരം കാണാതെ ഇന്നത്തെ ആത്മീയ ലോകത്തില് ആത്മീയ കുഷ്ഠം പിടിച്ച്, മനസ്സിന് കുഷ്ഠം പിടിച്ച്, ഹൃദയത്തിന് കുഷ്ഠം പിടിച്ച്, ചിന്തകൾക്ക് കുഷ്ഠം പിടിച്ച് യുദ്ധം ചെയ്ത് അതിനെ മറച്ചു പിടിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പടവെട്ടി അതിനെ മറച്ചു പിടിക്കുക. സ്തോത്രം. സ്തോത്രം. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ആഗ്രഹിക്കുന്നു, നയമാന്റെ കുഷ്ഠത്തിന് പരിഹാരം അല്ലെങ്കിൽ അവന്റെ മുഖത്ത് നോക്കി കാര്യം പറഞ്ഞത് പ്രവാചകനല്ല. അവന്റെ മുഖത്ത് നോക്കി ആമസ്തോത്രം നമ്മുടെ മലയാളം ഭാഷയെ പറഞ്ഞ എടാ നീ എന്റെ യജമാനനായിരിക്കാം, നീ ആയിരിക്കും എനിക്ക് ശമ്പളം തരുന്നത് ഒക്കെ ശരിയായിരിക്കാം, പക്ഷേ സ്തോത്രം നിന്റെ കുഷ്ഠം മാറാതെ നിന്റെ ജീവിതത്തില് ഒരു ഗതിയും പിടിക്കത്തില്ല. സ്തോത്രം. അവന്റെ ബാലിക്കാരത്തി സ്തോത്രം അവന്റെ വീട്ടിലെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സെർവന്റാ. അവളൊരു ഇസ്രായേൽക്കാരത്തിയാണ്. സ്തോത്രം ആ ബാല പറയുകയാണ്, ആ ബാലിക്കാരത്തി പറയുകയാണ് സ്തോത്രം എന്ത് ചെയ്യണം സ്തോത്രം, ഈ യജമാനന് സ്തോത്രം ഇസ്രായേലിൽ ഒന്ന് ചെന്നിരുന്നെങ്കിൽ, പ്രൈസ് എലീശായുടെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ, പ്രവാചകന്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ ഇവന്റെ കുഷ്ഠം മാറുമായിരുന്നു. എല്ലാവരും നയമാൻ ചെയ്ത യുദ്ധങ്ങളെ കുറിച്ച് അവനെ പുകഴ്ത്തി പറയുമ്പോൾ ഞാൻ ഈ നയമാൻ എന്നുള്ള വിഷയം അങ്ങ് മാറിയിട്ട് സ്തോത്രം ഹല്ലേലൂയ. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടും സ്നാനപ്പെട്ടും ഒക്കെ ദൈവത്തെ ആരാധിച്ച് പോരുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. എല്ലാരും പറയാറുണ്ട് ആ ദൈവാസുര ശുശ്രൂഷ കൊള്ളാം, ആ ദൈവദാസുര ശുശ്രൂഷ കൊള്ളാം, പ്രവചനം കൊള്ളാം, പ്രാർത്ഥന കൊള്ളാം, പാട്ട് കൊള്ളാം, എല്ലാം കൊള്ളാം. സ്തോത്രം. ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയാൻ ആരെയും കിട്ടത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. പക്ഷെ ബാല്യക്കാരത്തേക്ക് ജോലി പോകുമോ ഇല്ലയോ എന്നുള്ള ഒന്നും വിഷയമല്ല. അവള് പറയുക സ്തോത്രം നീ സ്തോത്രം പ്രവാചകന്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ നിന്റെ ഈ പ്രയാസം ഒന്ന് മാറിക്കിട്ടിയേനെ, നിന്നെ കുഷ്ഠം മാറിക്കിട്ടിയേനെ. സ്തോത്രം ഹല്ലേലൂയ. നീ അടുത്ത യുദ്ധം ചെയ്യാനുള്ളതായ ഒരു പ്രചോദനമല്ല ആ കുഞ്ഞു കൊടുത്തത്. സ്തോത്രം. നീ യുദ്ധം ചെയ്താൽ നിന്റെ കുഷ്ഠം മാറുമെന്നല്ല, നീ ശത്രുക്കളെ നിഗ്രഹിച്ചാൽ നിന്റെ കുഷ്ഠം മാറുമെന്നല്ല പറഞ്ഞത്. നീ പ്രവാചകന്റെ അടുക്കൽ ചെന്നിരുന്നെങ്കിൽ. ഇന്ന് പകൽക്കാലം ഞാൻ ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്തോത്രം ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പേഴ്സണലി എനിക്ക് ആരുടെ ഒരു കാര്യങ്ങളും അറിയത്തില്ലെങ്കിലും ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. സ്തോത്രം ആമേൻ. കർത്താവിന്റെ വചനം ശക്തിയോടെ എന്റെ ഉള്ളിൽ കിട്ടുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, രണ്ട് രാജാക്കന്മാർ 5:3 പറയുകയാണ്, അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവന്റെ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ലോകം ചെയ്തത് എന്താണെന്നറിയാമോ? ലോകം ചെയ്തത് 5:1 വായിക്കാം. അരാം രാജാവിന്റെ സേനാപതിയായ നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവന്റെ യജമാനൻ അവനെ മഹാനും മാന്യനുമായി എണ്ണി
അവൻ പരാക്രമശാലി എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്തുനിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനത്തിയോടെ, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ഒന്ന് ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അവൻ ചെന്ന് തന്റെ രാജാവ് എന്ത് ചെയ്തു? അരാം രാജാവ് എന്ത് ചെയ്യുക? അവന് കുഷ്ഠമൊന്നും ഒരു വിഷയമല്ല. അരാം രാജാവിന് കുഷ്ഠമൊന്നും ഒരു വിഷയമല്ല. അരാം രാജാവ് എന്ത് ചെയ്യുകയാണ്? നയമാൻ മുഖാന്തരം യഹോവ അരാമിന് ജയം നൽകിയത് കൊണ്ട് അവരെ യജമാൻ അവനെ മഹാനും മാന്യനുമായി. രാജാവിന് എങ്ങനെങ്കിലൊക്കെ യുദ്ധം ജയിച്ചാൽ മതി. നയമാൻ മുഖാന്തരം രാജ്യത്തിന്റെ വിസ്തൃതിയൊക്കെ ഒന്ന് വർദ്ധിച്ചാൽ മതി. കവർച്ചയായിട്ട് പിടിച്ചോണ്ട് വന്നാൽ മതി. സോറി, പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാജാക്കന്മാരല്ല ഇങ്ങനെ. കേസിമാമ, ഞാൻ ഇന്ന് ആത്മാവിൽ അങ്ങ് ശുശ്രൂഷിക്കുക കേട്ടോ, പരിശുദ്ധാത്മാവിൽ അങ്ങ് ശുശ്രൂഷിക്കുക. ഇന്നത്തെ ശുശ്രൂഷകന്മാർക്കെല്ലാം ആമേ സ്തോത്രം, അച്ചായൻ ഫാം വാങ്ങിച്ചു തന്നാൽ മതി, അച്ചായന് ചർച്ചിന് AC വാങ്ങിച്ചു തരണം. ആ കുടുംബം എന്തോ ചെയ്യണം? കഥക്ക് പൊളിഞ്ഞു കിടക്കുക, കഥ കിട്ടു തരണം, 10 പാ വാങ്ങിച്ചു തരണം, കസേര എല്ലാം പൊളിഞ്ഞു കിടക്കുക, 50 കസേര കൊണ്ടുവരട്ടെ. സ്തോത്രം. എന്നാലും ഇവിടെ ഞങ്ങൾ സെക്രട്ടറി ആക്കി. എന്തു ആക്കി? അവനെ മഹാനും മാന്യനുമായി എണ്ണി. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നത്. സ്തോത്രം. നമ്മുടെ കുറവുകളും കുറ്റങ്ങളൊന്നും പാഷമാർക്കൊരു വിഷയമല്ല. നമ്മൾ അവർക്ക് AC വാങ്ങിച്ചു കൊടുക്കണം, അവർക്ക് വണ്ടി വാങ്ങിച്ചു കൊടുത്താൽ, അവർക്ക് എല്ലാ മാസവും ടൈത്തും സ്വോത്രാച്ചയൊക്കെ കറക്റ്റായിട്ട് കൊടുത്താല് നമ്മളെ പൊക്കി പറയും. സ്വോത്രം. മഹാനും മാന്യനുമായ എണ്ണം. എന്നാൽ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുക കേട്ടോ, രാജാവ് നിന്നെ മാന്യനാക്കിയാലും രാജാവ് നിന്നെ മഹാനാക്കിയാലും ഒരു പെങ്കൊച്ചനെ കർത്താവ് മാറ്റി നിർത്തിയിട്ടുണ്ട്. രക്തത്താൽ ജയം കേട്ടോ. സ്തോത്രം. ചെറിയ പെൺകുട്ടി, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എഴുതി വെച്ചിരിക്കുക. പെൺകുട്ടി എന്ന് എഴുതിയാ പോരായിരുന്നോ? അല്ലേ സജൻ പാസ്റ്ററെ? പെൺകുട്ടി എന്ന് എഴുതിയാ പോരായിരുന്നോ? അല്ലയോ പ്രിയ? എനിക്ക് എല്ലാവരും ഒന്ന് കാണാൻ പറ്റുന്നില്ല, എനിക്ക് പുതിയൊരു ഡിവൈസ് വാങ്ങിക്കണം. സ്തോത്രം. എല്ലാരെയും ഒറ്റയടിക്ക് കാണണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്. എല്ലാവരുടെ പേരൊക്കെ കണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ചെറിയ പെൺകുട്ടി, ചെറിയ പെൺകുട്ടി. ഇങ്ങനെ ചെറുതെന്ന് പറഞ്ഞ കുറെ വിഷയങ്ങളുണ്ട്. സ്തോത്രം. ചെറിയ ബാലനായിരുന്നു. ഇങ്ങനെ ഒത്തിരി വിഷയങ്ങളുണ്ട്. സ്തോത്രം. അത് മറ്റൊരിക്കലും എടുക്കാം. സ്തോത്രം. അവളെ പിടിച്ചുകൊണ്ട് പോരുന്നു കേട്ടോ, പിടിച്ചുകൊണ്ട് പോരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, രാജാവ് മഹാനായിട്ട് എണ്ണിയാലും രാജാവ് മാന്യനായിട്ട് എണ്ണിയാലും ദൈവം ചില ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. എഴുന്നേൽപ്പിക്കാൻ പോവാ സഭകളില്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആ കുടുംബം മുഖേന സഭയുടെ അതിര് വിശാലമാകുന്നുണ്ട്. സഭയ്ക്ക് മുകളിലോട്ട് ഉയർച്ച കിട്ടുന്നുണ്ട്. ഭൗതിക ഉയർച്ചകളാ. സ്തോത്രം. ഈ പെൺകുട്ടിക്കും ഒരു കുറവും ഇല്ലെന്നായി എന്റെ വിശ്വാസം. സ്തോത്രം. ആമേ അടിമയാണെങ്കിലും സ്തോത്രം, കാര്യങ്ങൾ ആഹാരവും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷെ അവളുടെ ആഗ്രഹം എന്താ അറിയാമോ? രാജാവ് അവനെ മഹാനും മാന്യനും ആക്കിയിട്ടുണ്ട്. എന്റെ പൊന്നു ദൈവമേ, എന്റെ യജമാനന്റെ കുഷ്ഠം കൂടി ഒന്ന് മാറിയിരുന്നെങ്കിൽ. ഒരാമയും പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകല് ഞാൻ ചെറുതാന്ന് പറഞ്ഞ ആരും മാറി നിൽക്കല്ലേ. എന്നെ കൊണ്ട് എന്ത് കഴിയുമെന്ന് ചിന്തിച്ച് ആരും മാറി നിൽക്കില്ലേ. സ്തോത്രം. ആമേൻ. നിങ്ങളെ നിമിത്തം ഒരു പാപിയെങ്കിലും രക്ഷപ്പെടട്ടെ, നിങ്ങളെ നിമിത്തം ഒരു വ്യക്തിയെങ്കിലും രക്ഷപ്പെടട്ടെ. സ്തോത്രം. അടുത്തത് ചിലപ്പം കൊച്ചു കുഞ്ഞുങ്ങളിൽ കൂടിയായിരിക്കാം പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. നീ പോടാ ചെറുക്ക, നീ പോടാ പെണ്ണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ലേ. ദൈവമേ സ്തോത്രം. ആ കുഞ്ഞിൽ കൂടി എന്നോട് സംസാരിച്ചല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ചിലപ്പോൾ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവരിൽ കൂടിയായിരിക്കാം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. എന്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടായൊരു പല വഴിത്തിരിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വഴിത്തിരിവിന്റെ കാര്യം പറയാം. ഞാൻ 9th പഠിക്കുമ്പോഴാണെന്ന് എന്റെ ഓർമ്മ.
ഞാൻ നയൻത്തിൽ പഠിക്കുന്ന സമയത്ത് സ്തോത്രം, ഞങ്ങളുടെ അടൂരിനടുത്ത് സൊസൈറ്റി പഠിക്കുന്ന സ്ഥലമുണ്ട് സ്തോത്രം, അല്ലെങ്കിൽ സായം പാഷയൊക്കെ അറിയാം. അവിടെ ഓണത്തിന് വടംവലിയുണ്ട് സ്തോത്രം. അപ്പൊ നിങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടോ? അല്ലെ, വടംവലി കാണാൻ നിങ്ങൾ എല്ലാവരും പോയിട്ടുണ്ട്. ഞാനും പോയി. ഇത് മനുഷ്യരും തമ്മിലുള്ള വടംവലിയല്ല. വടംവലി എന്ന് പറയുമ്പോൾ എല്ലാവരും ചിരിക്കുന്നു സ്തോത്രം. പൊയ്ക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല സ്തോത്രം. ആമേ, ഇത് ആനയും മനുഷ്യരും തമ്മിലുള്ള വടംവലിയാണ് കേട്ടോ. കാണാൻ പോയെന്നുള്ളൂ, എല്ലാവരും വലിക്കുന്നു. എല്ലാവരും കൈയടിച്ചപ്പോ ഞാനും കൈയടിക്കുന്നു. വല്ല കുഴപ്പമുണ്ടോ ഗ്രേസി മാമേ? ഒരു കുഴപ്പമില്ല സ്തോത്രം. ആനയും മനുഷ്യരും തമ്മിൽ വടംവലിയല്ലയോ? അപ്പൊ എന്റെ അടുത്തിരുന്ന ഒരു മനുഷ്യൻ, എടാ പെന്തക്കോസുകാരൻ എന്തുവാടാ ഇവിടെ കാര്യം? പെന്തക്കോസുകാരൻ എന്തുവാ ഇവിടെ? അവൻ പെന്തക്കോസുകാരനൊന്നുമല്ല. ഞാൻ നയത്തില്ല, എന്റെ ശരിയെന്ന് പറയാം. നിനക്കെന്നല്ല, പെന്തക്കോസുകാരൻ എന്തുവാ ഇവിടെ കാര്യം? അപ്പോഴേ ഞാൻ അവിടെ നിന്ന് മുങ്ങി സ്തോത്രം. ഒറ്റ ഓട്ടമായിരുന്നു. ഓട്ടം ചെന്ന് അവസാനിച്ച എവിടെ അറിയാമോ? വീട്ടിലാ. ചെന്ന് ആ കൊച്ചു പ്രായത്തിൽ എന്റെ അപ്പച്ചാ സ്തോത്രം, ആവശ്യമില്ലാത്തടത്ത് പോയി നിന്നു. ആവശ്യമില്ലാത്തത് കേട്ടല്ലോ സ്തോത്രം. പേരുദോഷം ഉണ്ടായല്ലോ, പെന്തക്കോസുകാർക്ക് പേരുദോഷം ഉണ്ടായല്ലോ, നെടുപാട് വീണ കാര്യം സ്തോത്രം. നമ്മുടെ കുറവുകൾ ദൈവം നമ്മളോട് വചനത്തിൽ കൂടി പറയും, ദൈവദാസനിൽ കൂടി പറയും. അപ്പോഴൊക്കെ നമ്മൾ പറയും, എന്നോടല്ല, പുറകിയിരിക്കുന്ന ബാബുവിനോടാ. അതെല്ലാം പറഞ്ഞല്ല ബാബുവിന്റെ കാര്യമാണ് സ്തോത്രം. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഈ ദൈവാസമാർ വചനത്തിൽ കൂടി കുറവുകൾ പറയുമ്പോൾ ഇങ്ങനെ പുറമോട്ട് നോക്കും. അല്ല, അവന്റെ കാര്യമാണ്, നിന്റെ കാര്യമാ പറഞ്ഞേ. അങ്ങനെ വചനത്തിൽ കൂടി നമ്മളോട് പറഞ്ഞ് നമ്മൾ ഏറ്റെടുത്തില്ല. ദൈവം നമ്മളോട് സ്വപ്നത്തിൽ പറഞ്ഞു, മോനെ നീ കുറവ് ചെയ്ത് നമ്മൾ ഏറ്റെടുത്തില്ല. ഇതൊന്നും നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ നാട്ടുകാർ പറയും നിന്റെ വിഷയം. നാട്ടുകാർ പറയുന്നതിന് മുൻപ് ദൈവം നമ്മളോട് പറഞ്ഞത് ഏറ്റെടുത്താൽ സ്വർഗത്തിലെത്താൻ പറ്റും. ഏറ്റെടുത്ത് ക്രമീകരണം പ്രാപിച്ച് സ്വർഗത്തിലെത്താൻ പറ്റും സ്തോത്രം. ഈ ഇസ്രായേൽക്കാരത്തിയായ ചെറിയ പെൺകുട്ടി സ്തോത്രം, ഹല്ലേലൂയ, രണ്ട് കാര്യങ്ങളാ ഇന്ന് രാത്രി വചനത്തിൽ കൂടി നിങ്ങളോട് പറയുന്നത്. ഒന്ന്, ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു മറ്റുള്ളവരുടെ കുറവ് പരിഹരിക്കാൻ. ഇവള് വിളിച്ചൂവി നടന്നോ? നയമാന്റെ രോഗത്തെ മേ ബി അവൾക്ക് വേണമെങ്കിൽ 10 പേരോട് പറയാം, ആരോടെങ്കിലും പറയാം, എനിക്ക് അവളുടെ സ്വഭാവം വലിയ ഇഷ്ടമാണ്. യജമാനന്റെ ജീവിതത്തിന്റെ കുറവുകൾ അവൾ 10 പേരോട് പറഞ്ഞു നടന്നില്ല, യജമാനൻ അറിയുവാൻ വേണ്ടി പറഞ്ഞു. സ്തോത്രം. ഞാൻ നിങ്ങൾക്കൊരു ബുദ്ധി ഉപദേശം തരാം. നമ്മുടെ കൂടെയുള്ള ആരുടെയെങ്കിലും ഒരു കുറവ് ആരെങ്കിലും പറഞ്ഞറിഞ്ഞല്ല, നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ വിളിച്ച് നമ്മൾ ബുദ്ധി ഉപദേശിക്കണം. തിരുവചനം അങ്ങനെ പറയുന്നത്. നീയും അവനും മാത്രമുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു കുറവ് എന്തെന്ന് അറിയാമോ? ഒരു വ്യക്തിയുടെ വിഷയം പറഞ്ഞാൽ 10 പേരോട് അങ്ങ് പറയും. പത്തൊന്നും അല്ലെന്നേ സ്തോത്രം, ഒരു 19 പേരോട് അങ്ങ് പറയും. ഇതിൻ്റെ അകത്തൊരു കുഴപ്പം എന്തറിയാമോ? ഈ വ്യക്തി ഏത് ജെൻഡറും ആയിക്കോട്ടെ, ആണോ സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, ആ വ്യക്തി ക്രമീകരണം പ്രാപിക്കും. ആ വ്യക്തി ദൈവസ്ഥലം നെടുമ്പാട് വീണ് കരഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കും. പക്ഷെ ഈ മനുഷ്യന്റെ കാര്യങ്ങൾ 60 പേരുടെ ചെവിയിലെത്തിച്ചു നമ്മള്. ഈ ലോകത്തിന് കുഴപ്പമുണ്ട്. നമ്മൾ ക്രമീകരണം പ്രാപിച്ചാലും ലോകം മറക്കത്തില്ലെന്ന്. അതുകൊണ്ട് ദൈവമക്കളുടെ കാര്യം ഓർത്തോണം. തിരുവചനം വ്യക്തമായി പറയുന്നു, ഒരു വ്യക്തിയുടെ വിഷയം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അത് 10 പേര് കേൾക്കുകയല്ല പറയേണ്ടത്, ആ വ്യക്തിയോട്. എങ്ങനെ അറിയാമോ? തിരുവചനം ആ മനുഷ്യനോട് പറഞ്ഞു കാണും. ആ വ്യക്തി ഏറ്റെടുത്തില്ലെങ്കിൽ കർത്താവ് നമ്മളോട് പറയും, മോനെ ഇങ്ങനൊരു വിഷയമുണ്ട്, നീ അത്
വിളിച്ചു പറയണമെന്നല്ല, നീ ആ മനുഷ്യനെ മാറ്റി നിർത്തി, ആ സഹോദരിയെ മാറ്റി നിർത്തി സ്നേഹത്തിന്റെ ഭാഷയിൽ ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ ആദ്യം ദൈവത്തിന് മുട്ടുമടക്കണം. എന്റെ ദൈവമേ, ഞാൻ ആ വിഷയം ഒന്ന് പറയാൻ പോവാന്നേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ പ്രാപ്തനാക്കണമേ, പ്രാപ്തയാക്കണമേ. സ്തോത്രം, ഹല്ലേലൂയ. അതുപോലെ നമുക്കൊരു ജീവിതത്തെ നേടാൻ പറ്റും കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ എളുപ്പമാ, പക്ഷെ ഒരു മനുഷ്യനെ പണിതെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ കേട്ടോ. ഇന്ന് രാത്രി എവിടെ ഏത് വിഷയത്തെ കണ്ടിട്ടാ ദൈവത്തിന്റെ ആത്മാവ് ഇത് പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് രാത്രി കാലം സ്തോത്രം, കർത്താവേ എനിക്കൊരു ശുശ്രൂഷ തരണമേ എന്നൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ ഒരു ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ശുശ്രൂഷ എന്താണെന്നറിയാമോ? ഒരു പാപിയെ നേടുന്നതാണ്. 10 രോഗികൾ സൗഖ്യമാകുന്നത് നല്ലതാ, പക്ഷെ ഒരു പാപിയെ നേടുന്നതാണ്, ഒരുവനെ നേർവഴിക്ക് നയിക്കുന്നതാണ്, ഒരുവന്റെ മനസ്സിലെ കുഷ്ഠങ്ങൾ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഇന്ന് രാത്രി കാലം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാം, നിങ്ങളുടെ അയൽക്കാരായിരിക്കാം, നിങ്ങളോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. സ്തോത്രം, കർത്താവ് എന്നിൽ കൂടി ഒരു മനുഷ്യനൊന്ന് റിപ്പയർ ചെയ്യപ്പെടണമേ, എന്റെ കൂടെ ആരാധിക്കുന്നവർ റിപ്പയർ ചെയ്യപ്പെടണമേ. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഹല്ലേലൂയ ചർച്ചില് പലരുടെയും പല പ്രാർത്ഥനയും ആരാധനയും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു പ്രയാസം തോന്നും. 10 പേരോട് പറയാതെ ഞാൻ ആ വ്യക്തിയെ കണ്ട് പറയും, അയ്യോ അച്ചായ ഇങ്ങനാന്നേ, ഇങ്ങനെ വേണേ ചെയ്യാൻ, ഇങ്ങനെ വേണേ പ്രാർത്ഥിക്കാൻ. സ്തോത്രം, ഹല്ലേലൂയ. പറഞ്ഞു നടക്കാതെ ഹല്ലേലൂയ നമുക്ക് ആ വ്യക്തികളെ നന്നാക്കിയെടുക്കാം. ഇവിടെ നോക്കിയേ, ഒരു ചെറിയ പെൺകുട്ടി, സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഒരു ചെറിയ വ്യക്തിയിൽ കൂടിയായിരിക്കാം. അതാ രണ്ടാമത്തെ വിഷയം. ഒന്ന്, നമുക്ക് മറ്റുള്ളവരെ നന്നാക്കിയെടുക്കാൻ നമുക്ക് താഴാം. 2, നമ്മളെ നന്നാക്കുവാൻ ദൈവം ഒരുക്കുന്നത് ചെറിയ ചെറിയ വിഷയങ്ങളായിരിക്കാം. അതിനു മുന്നിൽ നമുക്ക് നന്നായി വരാം. അവള് പറയുകയാണ്, നോക്കണമേ, സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം പറയട്ടെ, കുഷ്ഠത്തിന്റെ വിഷയമാ പറഞ്ഞത്. പറയുവാനാണ് ഒത്തിരി ഉണ്ട് കുഷ്ഠത്തെ സംബന്ധിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ മനസ്സിൽ പറ്റിയിരിക്കുന്ന കളങ്കങ്ങൾ, നമ്മുടെ ചെറിയൊരു തെറ്റുകൾ ആണെങ്കിൽ പോലും സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ഏറ്റു പറയും. ഇവിടെ നോക്കണമേ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ ഉസിയാവിന് കുഷ്ഠം പിടിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അവൻ എങ്ങനെയാ കുഷ്ഠം പിടിച്ചത്? സ്തോത്രം, ചെയ്യാൻ പാടില്ല ആത്മീയ ശുശ്രൂഷയാ ചെയ്തത്, പക്ഷെ അത് ദൈവത്തിന് ബോധിച്ചില്ലായിരുന്നു. എല്ലാം ഒന്നും ദൈവത്തിന് ഇഷ്ടപ്പെടണമെന്ന് ഇല്ല കേട്ടോ. എല്ലാം ഒന്നും ദൈവത്തിന് ഇഷ്ടപ്പെടണമെന്നില്ല. സ്തോത്രം, പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം, നമ്മുടെ പ്രസംഗം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം, നമ്മുടെ പ്രവചനം മറ്റുള്ളവർക്ക് ബോധിച്ചെന്ന് വരാം, പക്ഷെ ദൈവത്തിന് ബോധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഉസിയാവ് സ്തോത്രം ചെയ്ത് ദൈവത്തിന് ബോധിച്ചില്ല. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ സ്തോത്രം, ഞാൻ ദൈവസന്നിധിയിൽ അടിനെ താഴ്ത്തി പറയുക. ഒരു മീറ്റിങ്ങിന് കയറുന്നതിന് മുൻപ്, ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്നതിന് മുൻപ്, നാട്ടിൽ വെച്ചാണെങ്കിലും ഇവിടെ വെച്ചാണെങ്കിലും, ഒരു ശുശ്രൂഷയ്ക്ക് വാക്ക് കൊടുക്കുന്നതിന് മുമ്പ്, എന്റെ ദൈവമേ പോകണമോ? സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷിക്കുന്നത് അങ്ങേക്ക് ഇഷ്ടമാണോ? ഞാൻ ഇന്ന് അവിടെ പ്രാർത്ഥിക്കുന്നത് അങ്ങേക്ക് ഇഷ്ടമാണോ? സ്തോത്രം എന്ന് പറഞ്ഞാൽ, ദൈവമേ, എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ടോ? എന്റെ ജീവിതത്തിൽ തെറ്റുകളുണ്ടോ? സ്തോത്രം. ശുശ്രൂഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ശുശ്രൂഷിക്കാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. ദൈവമേ, അരുതാത്തത് ചെയ്ത് സ്തോത്രം ചെയ്യുവാൻ പാടില്ലാത്തത് പറഞ്ഞിട്ട് ഞാനൊരു അസ്വസ്ഥനായി തീരല്ലേ, ഞാനൊരു ബുദ്ധിമുട്ടായി തീരല്ലേ. എനിക്കൊരു കാര്യം അറിയാം. ഒരു ടോപ്പിക്ക് ഒരുക്കി എടുത്തിട്ട് അതിൽ നിന്ന് ദൈവത്തിനാത്മാവ് റൂട്ട് മാറ്റുമ്പോൾ അത് വെറുതെ ആയിരിക്കത്തില്ല. എനിക്ക് വ്യക്തമായ ബോധമുണ്ട്. ഇന്ന് രാത്രികാലം നമ്മളെല്ലാം ഒന്ന് ശോധന ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ, കാര്യങ്ങളൊക്കെ ശരിയാ, പക്ഷെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടോ?
യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. കർത്താവിന് അത് ഇഷ്ടപ്പെട്ടു. ദൈവസന്നിധിയിൽ അത് ആമേൻ നല്ലതായിരുന്നു. സ്തോത്രം, 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 സ്തോത്രം. നോക്കണമേ, 2 ദിനവൃത്താന്തം 26-16 എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അസര്യാ പുരോഹിതനും അവനോട് കൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്ത് ചെന്നു. ഉസിയാ രാജാവ് അവനെ തടുത്തു. അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശദീകരിക്കപ്പെട്ട അഹരോനീയരായ പുരോഹിതന്മാർക്കത്രേ. ഹല്ലേലൂയ, സ്തോത്രം. 19 ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിന്റെ ധൂപപീഠത്തിന്റെ അരികെ വെച്ച പുരോഹിതന്മാർ കാണെ അവരുടെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. ആമയെ വായിച്ച് വന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലായോ? സ്തോത്ര, ഇതിനകത്ത് ശുശ്രൂഷിക്കുന്ന അനേകരുണ്ട്. വായിച്ചപ്പം എവിടാ കുഴപ്പം പറ്റിയെന്ന് മനസ്സിലായോ? സ്തോത്രം, സ്തോത്രം. വാക്യം വ്യക്തമായിട്ടുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിനക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ഇതെല്ലാം പറഞ്ഞു. നീ ചെയ്യാൻ പോകുന്നത് ശരിയല്ലെന്ന് പുരോഹിതന്മാർ പറഞ്ഞു. സ്തോത്രം. പക്ഷേ നോക്കിക്കേ, 19 ഒന്ന് വായിച്ചാമാമേ. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ എന്തോ മാമേ സംഭവം? എന്തോ മാമേ സംഭവം? എന്തോ അവിടെ വന്നു. ചെയ്യാൻ പോയതേ ശരിയല്ല, പക്ഷെ പരിശുദ്ധമായി എഴുതി വെച്ചിരിക്കോ എന്തോ ചെയ്തെന്ന്? കോപം വന്നു. കയ്യിൽ എന്തോ ഇരിക്കുവോ മാമേ? അമ്മാമേ കയ്യിൽ എന്താ ഇരിക്കുവോ? എന്തോ പിടിച്ചിരിക്കുവാ? എന്നാ പിടിച്ചിരിക്കുക? ധൂപകലശം. എന്തുവാ ധൂപം? ധൂപകലശം പ്രാർത്ഥനയാ. അതിന്റെ വ്യാഖ്യാനം വരുമ്പോ പ്രാർത്ഥനയാ. പ്രാർത്ഥനയ്ക്ക് നിൽക്കുക, പക്ഷെ എന്തോണ്ട്? കോപം. ആർക്കും എന്നോട് പിണക്കമില്ലേ? എല്ലാരും എന്നോട് സന്തോഷമായിരിക്കണേ. ദൈവവചന ഞാൻ ആക്ച്വലി ഇന്ന് ആശ്ചര്യപ്പെട്ടിരിക്കുക കേട്ടോ. ഞാൻ ഇനി വചനത്തിന് മുൻപാകെ അത്ഭുതപ്പെട്ടിരിക്കുക. പ്രാർത്ഥനയുണ്ട്, എന്തോ ഉണ്ട്? കോപമുണ്ട്. ഞാൻ അവിടെ അങ്ങ് നിർത്തുവാ മാമേ. പ്രാർത്ഥനയുണ്ട്, കോപമുണ്ട്, അന്യഭാഷയുണ്ട്, കോപമുണ്ട്, വചനമുണ്ട്, കോപമുണ്ട്, പ്രവചനമുണ്ട്, കോപമുണ്ട്, ഭയങ്കര മധ്യസ്ഥ പ്രാർത്ഥനയാ. എന്തോ ഉണ്ട്? കോപമുണ്ട്. രക്ഷപ്പെടണമെങ്കിൽ ഇന്ന് നല്ല സമയമാണ്. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ പറയാൻ നോക്കിയിരിക്കുക. ആരും ചിരിക്കല്ലേ. എന്റെ വല്യമ്മയുടെ വീട്ടിൽ ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വന്നു. ഉള്ള അറിയാം കേട്ടോ, നടന്ന സംഭവം. നല്ല ചെമ്പരത്തി വരിക്ക പഴുത്തിരിക്കുന്ന സമയമായിരുന്നു. ചെമ്പരത്തി വരിക്ക എന്ന് പറഞ്ഞ ഒരു ചക്കപ്പഴമുണ്ട്. നല്ല മണവാ പഴുത്താല്. അതവിടെ വെട്ടി ഇങ്ങനെ പൂളി അടുക്കള വെച്ചേക്കുക. സ്തോത്രം. പാഷ ഇങ്ങനെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അപ്പൊ ഈ മണം അടിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ആമേൻ. അമ്മച്ചി ചക്കപ്പഴം ഉണ്ടോ? അന്ന് അങ്ങനെ പാഷക്ക് പേര് കിട്ടി, ആമേൻ ചക്കപ്പഴം എന്ന്. ഞാൻ ചിരിക്കല്ലേ എന്ന് ഞാൻ ജാമ്യം എടുത്തിട്ടാ പറയാം. എല്ലാരും ചിരിക്കുക. ആമേൻ പറയാൻ നോക്കി നിൽക്കുക, കോപിക്കാൻ. ചോദിച്ചിട്ടേ ഉള്ളന്ന്. ഇതൊന്ന് പ്രാർത്ഥന കഴിയാൻ നോക്കി നിൽക്കുക, സഭായോഗം കഴിയാൻ നോക്കി നിൽക്കുക. ഞാൻ ചെവി കൊണ്ട് കേട്ടതാ. രണ്ട് സഹോദരന്മാര് പറയാ, നിക്കച്ചായ ആശീർവാദം ഒന്ന് പറഞ്ഞു തീരട്ടെ, നമുക്ക് ചോദിക്കാം. കാര്യങ്ങൾ എന്റെ കയ്യിലല്ല ഇന്ന് കേട്ടോ.
എല്ലാം ഉണ്ട്. പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്, എന്നാ വെളിപ്പാടാ, എന്നാ പ്രവചനമാ. മേശയ്ക്കകത്തിരിക്കുന്ന പാസ്പോർട്ടിലെ നമ്പർ വരെ പറയും. പക്ഷെ എന്തോ ഉണ്ട്, യെശയ്യാവിന്റെ വിഷയത്തിലേക്ക് വരിക. ഉസിയാവേ, നിന്റെ കയ്യിൽ ധൂപമുണ്ട്, നിന്റെ കയ്യിൽ ധൂപ കലശമുണ്ട്, വീട്ടിൽ പ്രാർത്ഥനയുണ്ട്, വീട്ടിൽ പാഷന്മാര് വരുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ എന്തും കൂടിയുണ്ട്, സോറി, കോപം. കോപം പാപമാ. സ്തോത്രം. നമ്മൾ മദ്യപാനികൾ പാപമാന്ന് പറയുന്നു, പുകവലിക്കുന്ന പാപമാണ്, വ്യഭിചാരം പാപമാ, മറ്റത് നമ്മൾ വലിയ വലിയ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നത്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, പാടാൻ അറിയാം, പ്രവചിക്കാൻ അറിയാം, കൃപാവരങ്ങളെല്ലാം ഉണ്ട്. മഹാനും മാന്യനും ഒക്കെ ആക്കി ദൈവം ആക്കാനുള്ള വലിയ ദൂതുകൾ കിടപ്പുണ്ട്. എന്നാൽ അകത്തെ കുഷ്ഠത്തിന്മേൽ ഇന്ന് രാത്രികാലം ഒരു പരിഹാരം വരട്ടെ. നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അരുതാത്തതെല്ലാം ഇന്ന് രാത്രികാലം മാറിപ്പോകട്ടെ. സ്തോത്രം, സ്തോത്രം. ഇത് മാറാന് വലിയ ഉപവാസം എടുക്കാൻ പറഞ്ഞോ? ഇല്ല. ഉണർവ് യോഗത്തിന് പോകാൻ പറഞ്ഞോ? ഇല്ല. നീ യോർദാനിൽ നീ ഒന്ന് മുങ്ങി പൊങ്ങി വന്നാ മതി. സ്തോത്രം. വെള്ളം തിരുവചനത്തിന് മുൻപാകെ ശോധന ചെയ്യുക. തിരുവചനം മുൻപാകെ ഏറ്റു പറയേണ്ടത് ഏറ്റു പറഞ്ഞാൽ ദൈവം, ലോകം നിന്നെ മാന്യനാക്കുന്നതിനേക്കാൾ അധികമായി എന്റെ യേശു നിന്നെ മാന്യനാക്കും. ഉസിയാവിന്റെ വിഷയം കടന്നു വരാം. അവൻ കുഷ്ഠരോഗിയായി തീർന്നു. അവൻ അങ്ങനെ തന്നെ മരിച്ചു. അവനൊരു ഏറ്റുപറച്ചിലുണ്ടായില്ല. എനിക്കിതാ എന്നെ ചിന്തിപ്പിച്ചത്, ജാതീയ രാജാവായ അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ, സ്തോത്രം, അവൻ ഏറ്റുപറയാൻ തോന്നി. പക്ഷേ സ്തോത്രം, ഇസ്രായേൽ രാജാവായ ഉസിയാവ് ദൈവത്തെ വിളിച്ചവന് ഏറ്റുപറയാൻ തോന്നിയില്ല. അങ്ങനെ തന്നെ മരിച്ചു. ആ ആലയത്തിൽ, സ്തോത്രം, ഉസിയാ മരിച്ച ആ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ അതോടുകൂടെ ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. സ്തോത്രം. നോക്കണമേ, ഉസിയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇന്നത്തെ ആത്മീയ ലോകത്തിലെ ചില കുഷ്ഠങ്ങൾ മരിച്ചാലേ, ചില കുഷ്ഠങ്ങൾ ഇല്ലാതായാലേ നമ്മുടെയൊക്കെ ചർച്ചകളിൽ വെളിപ്പാട് ഉയർന്നു വരത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. 5-ാം അധ്യായം വരെ ദൈവത്തെ കാണുന്നില്ല. 5-ാം അധ്യായം വരെ ദൈവത്തിന്റെ തേജസ് കാണുന്നില്ല. പ്രവാചകനുണ്ട്, ദൈവത്തിന്റെ തേജസ് കാണുന്നില്ല. ശക്തനായ പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ തേജസ് കാണുന്നില്ല. പരമത്യ ബൗഡരഗജഗസ്യ ആധാര. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. നമുക്ക് ഈ ദിവസം ഇതൊരു ശക്തമായി ദൂതായിട്ട് വരിക കേട്ടോ. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. മറ്റൊന്നുമല്ല, ഇന്ന് പ്രവചനമുണ്ട്. രോഗശാന്തി നടക്കുന്നു, ഭൂതശാന്തി നടക്കുന്നു, പേരുകൾ വിളിച്ചു പറയുന്നു, എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ എന്തിയേ ദൈവത്തിന്റെ തേജസ്, എന്തിയേ ദൈവത്തിന്റെ മഹത്വം, എന്തിയേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താ പറയുന്നത്? അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മര പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. എന്തിയേ? സ്തോത്രം. ഇതൊക്കെ എന്തിയേ? നമ്മുടെ ചർച്ചകളിൽ എന്തിയേ? നമ്മുടെ കൂട്ടായ്മകളിൽ എന്തിയേ? ഇത് വെളിപ്പെട്ട് വരണമെങ്കിൽ ഇന്നത്തെ ആത്മീയ ലോകത്തിലെ കുഷ്ഠങ്ങൾ ഇല്ലാതെ പോകട്ടെ. കുഷ്ഠങ്ങൾ നശിച്ചു പോകട്ടെ, മരിച്ചു പോകട്ടെ. ദൈവസഭകളിൽ നിന്നും അരുതാത്തതെല്ലാം മരിച്ചു പോകട്ടെ. നമ്മുടെ ഭവനങ്ങളിൽ നിന്നും അരുതാത്തതെല്ലാം മരിച്ചു പോകട്ടെ. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അരുതാത്തതെല്ലാം മരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അരുതാത്തതെല്ലാം നശിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ തേജസ് അവിടെ വെളിപ്പെട്ടു, ദൈവത്തിന്റെ മഹത്വം അവിടെ വെളിപ്പെട്ടു. സ്തോത്രം. ആമേൻ. അന്തിമത്വം എന്തുണ്ടായി? ആമേൻ. 4-ാം അധ്യായത്തിൽ അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു. ഞാൻ ശുദ്ധിയില്ലാത്തതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്തതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ഓ, എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ദൈവ തേജസ് കണ്ട് കുഴലൂതി എന്നല്ല പറഞ്ഞത്. ദൈവ തേജസ് കണ്ട് ആർത്തിട്ടെന്നല്ല പറഞ്ഞാണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവ തേജസ് കണ്ട് പറയാണ്, അയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടം.
പ്രിയപ്പെട്ടവരെ, എന്നോടൊന്നും തോന്നല്ലേ. സ്തോത്രം. എനിക്കെല്ലാം ഇഷ്ടമാ. ഇന്ന് ദൈവ തേജസ് കാണുമ്പം കണ്ണും തള്ളി മൂക്കും തള്ളി. കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവ് ഇവിടെ, ഓ, I can see the holy presence of God. അപ്പോഴത്തേക്കിനും എല്ലാരും അലറി കൂവി, സ്തോത്രം, ആമേൻ, ഡ്രം സെറ്റ് ഇട്ട് അടിച്ച് പറിച്ച്. ഞാൻ ഉള്ള കാര്യമില്ല പറയുന്നേ. സ്തോത്രം. എനിക്കിത് കാണുമ്പം ഒരു ഭാഗത്ത് കൊള്ളാമല്ലോ എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് എന്റെ ദൈവമേ നീ വന്നാൽ ഇങ്ങനാണോ? അപ്പൊ അങ്ങ് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനാണോ? അവിടെ ഏറ്റുപറച്ചിലുണ്ടാകത്തില്ലേ? അവിടെ അനുതാപം ഉണ്ടാകത്തില്ലേ? സ്തോത്രം. ശക്തനായ ഒരു പ്രവാചകൻ ദൈവ തേജസ് കണ്ടപ്പോ അയ്യോ എനിക്ക് കഷ്ടമെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. സ്തോത്രം. സജൻ പാഷക്കൊക്കെ അറിയാം, കർത്താവിൽ ഇപ്പോൾ വിശ്രമിക്കുന്ന ഭാര്യാപരം യോനച്ചാൻ. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ ശുശ്രൂഷയ്ക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ പോയി ഇരിക്കത്തില്ല. അപ്പനും അമ്മയൊക്കെ ഞങ്ങളെ കൊണ്ട് ഇരുത്തുക ചെയ്യുന്നത്. എന്താ ഇരിക്കാത്ത കാര്യം അറിയാമോ? കുറവുകൾ പറയും. ഇന്ന് പ്രവാചകന്മാരുടെ അടുത്തങ്ങ് ധൈര്യത്തോടെ ചെല്ലുക. എന്തോ അവര് കുറവ് പറയത്തില്ല. അടുത്ത മാസം 20-ാം തീയതി നിന്റെ വീട്ടിൽ ബെൻസ് വരാൻ പോകുന്നു. എന്താ വരാൻ പോകുന്നു? ബെൻസ് കാറേ. അടുത്ത മാസം നിന്റെ കടഭാരം മാറാൻ പോകുന്നു. അടുത്ത മാസം പിള്ളേരുടെ വിവാഹം നടക്കാൻ പോകുന്നു. കേൾക്കാൻ രസമല്ലേ ഗ്രേസിമാമേ? ഇതേ പാസ്റ്റർ കുറവുകൾ പറഞ്ഞാൽ നമ്മൾ എത്ര പേര് പോയിരിക്കും? നമ്മുടെ കുറവുകൾ പറഞ്ഞാൽ നമ്മൾ ചെന്ന് ഇരിക്കുമോ? ഇല്ല, അടുത്ത പ്രവാചകനെ തേടി പോകും. സ്തോത്രം, സ്തോത്രം. ശക്തനായ ഒരു പ്രവാചകൻ ദൈവത്തിന്റെ തേജസ് കണ്ടപ്പോ എനിക്ക് അയ്യോ കഷ്ടം. ആമേൻ, സ്തോത്രം പറയാണ്. ആമേൻ, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ആദ്യം സ്വന്തം കുറവുകൾ കണ്ടുപിടിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ പാർക്കുന്നതും ഇങ്ങനെടുത്താ. നമ്മളെ നേരെ തിരിച്ചാ, ഈ ചർച്ചയിൽ നിന്ന് മാറിയാലേ ഞാൻ ഗുണം പിടിക്കത്തുള്ളെന്ന്. അങ്ങനല്ല, ഞാൻ ഗുണം പിടിച്ചാൽ ഈ ചർച്ച ഗുണം പിടിക്കും. ഒരാമൻ പറഞ്ഞേ, ഞാൻ നന്നായാൽ എന്റെ വീട് നന്നാവും. സ്തോത്രം. അതാ യെശയ്യാ പറയാണ്, എനിക്കാ കുഴപ്പം. ഞാൻ നന്നായാൽ എത്ര അസ്വസ്ഥ ഉള്ളിടത്ത് നിന്നാലും അവിടെ എല്ലാം ഒരു വിജയം ഉണ്ടാകും. സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതു നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച കാര്യമാകട്ടോ. ശക്തനായ പ്രവാചകനോട് അവൻ ദൂതൻ പറയുന്ന എന്തുവാണ്? നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു? ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടു. കർത്താവിന്റെ ശബ്ദം കേൾക്കണമോ? നമ്മുടെ കുറവുകൾ ഏറ്റു പറയാം. കർത്താവിന്റെ ശബ്ദം കേൾക്കണമോ? നമ്മുടെ അധരത്തിൽ തീ കൊണ്ട് തൊടട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ നാക്ക് പൊള്ളി എത്ര പേരുണ്ട്? നാക്ക് പൊള്ളിയവര്. കാപ്പിയൊക്കെ കുടിച്ച് എപ്രാളതി കാപ്പി കുടിച്ചായിരിക്കും. നാക്ക് പൊള്ളിയ പിന്നെ തടുപടാന്ന് വർത്തമാനം പറയാൻ പറ്റുമോ? ഇല്ല. എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാ പറയുന്നേ. നമ്മുടെ നാക്കൊന്ന് പൊള്ളിയാ എന്തോന്ന് പറയാൻ വന്നേ അച്ഛനെ, അപ്പോഴത്തേക്ക് നിങ്ങൾ തട്ടുമേ. ഈ പൊള്ളലിന്റെ ഒരു തട്ടലുണ്ടേ, ഒരു നീറ്റലുണ്ടേ. സ്തോത്രം. എന്തോ പിള്ളേരെ പറയാൻ വന്നയാ, എന്തോ ഇച്ഛായനെ പറയാൻ വന്നയാ. സ്തോത്രം. എല്ലായിടത്തും ഉണ്ട്. എന്തോ അമ്മാമ്മ പറയാൻ വന്നയാ. പക്ഷെ നാക്കേൽ എന്തോ കിടക്കുന്നു? ആ ചൂട് കിടക്കുന്നു. എന്തോ കിടക്കുന്നു?
സ്വോത്രം 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 സ്വോത്രം. അയ്യോ പാഷ ഇങ്ങനെ അല്ലല്ലോ ശുശ്രൂഷിക്കുന്നത്. ഇന്ന് ഞാനല്ല ശുശ്രൂഷിക്കുന്നത്, ദൈവത്തിന്റെ ആത്മാവാ ശുശ്രൂഷിക്കുന്നത്. യശ്യാവിന് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, ചിലതൊക്കെ കാണുമ്പോ എന്തൊക്കെയോ പറയണമെന്നുണ്ട്. സ്വോത്രം സ്വോത്രം. അങ്ങ് നിർത്തി കാര്യം. ഈ തീക്കാനല്ല, ചൂടകത്ത് കിടക്കുക കേട്ടോ. സ്തോത്രം സ്തോത്രം. ഒരു വാക്ക് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് വരും, ഒരു വാക്ക് പെട്ടെന്നൊരു വാക്ക് പറയുവാൻ ആമേൻ അവന് ബുദ്ധിമുട്ട് വരും. സ്തോത്രം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അവൻ അധമമായത് ഉപേക്ഷിച്ചത് ഉത്തമമായതേ പറയത്തുള്ളൂ. ആമേൻ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അവൻ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവൻ ദൈവത്തിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ പ്രവർത്തനത്താൽ അവൻ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നു, അനന്തരം ആമേൻ സ്തോത്രം, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടു. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ ആരെ അയക്കേണ്ടു, ആര് നമുക്ക് വേണ്ടി പോകും. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി പോകുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ദൈവത്തിന് വേണ്ടി പറയുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ, ആമേ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ നോക്കുകയാകുന്നു. അവനൊന്ന് ഒരുക്കപ്പെട്ടിരുന്നെങ്കിൽ, അവളൊന്ന് ഒരുക്കപ്പെട്ടിരുന്നെങ്കിൽ, അവളുടെ പാപത്തിന് പരിഹാരം വന്നിരുന്നെങ്കിൽ ഞാൻ അവളെ എടുത്ത് ഉപയോഗിച്ചേനെ. ഇന്ന് രാത്രിയിൽ ആരും ഒഴിവുള്ളവരല്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ചൂടാറാതാലാബാല. ദൈവത്തിന്റെ പ്രസൻസ് കണ്ടപ്പം ഹല്ലേലൂയ ആമേൻ. അവൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് ഇങ്ങനെ പറയുന്നത്, റെക്കഗ്നേഷൻ, റിപ്പന്റൻസ് ആൻഡ് റെഡിനെസ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന്റെ സർവാധികാരത്തിന്റെ മുൻപില് ആമേൻ സ്തോത്രം, അവന്റെ കുറവുകളെ അവന് വെളിപ്പെട്ടു വന്നു. ദൈവം നമ്മുടെ അടുക്കൽ വന്നാൽ നമ്മുടെ കുറവുകൾ വെളിപ്പെടും. ദൈവം നമ്മുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ സർവശക്തന്റെ മുൻപിൽ, പരിശുദ്ധന്റെ മുൻപില് നമ്മുടെ അശുദ്ധി വെളിപ്പെടും. ആമേ. അത് ഏറ്റു പറയുമ്പോൾ, അതിന് പരിഹാരം വരുത്തുമ്പോൾ കർത്താവ് നമ്മളെ തന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ നേച്ചർ, ദൈവത്തിന്റെ ഹോളിനെസ് ആൻഡ് ദ പ്യൂരിറ്റി ഓഫ് ഗോഡ് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടത്. The nature of the God, the holiness of the God and the purity of God. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് ആമേൻ. ദൈവനെ ആമേൻ എനിക്ക് വെളിപ്പെടുത്തിയ വാക്കുകളാണ്. അണ്ടർസ്റ്റാൻഡിങ് who God is makes you aware very quickly of who you are. ഹല്ലേലൂയ. ദൈവം ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ഏതുമില്ലെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് കടന്നു വരും. നമ്മൾ ഏതുമില്ലാതായി തീരുമ്പോൾ ദൈവം നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ നിന്നും ഒരു വ്യക്തിയെ കൂടിയെടുത്ത് പെട്ടെന്ന് പറയാം. പത്രോസിന്റെ പടകിൽ യേശു കയറി. ആമേ ശൂന്യതയുടെ നടുവിൽ ആമേ വല കഴുകുകയായിരുന്ന വല കഴുകുക, അതൊക്കെ ഒരു ശുദ്ധീകരണ പ്രക്രിയ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ആമേൻ. ഉള്ളതായ പടകിൽ എന്റെ യേശു കയറിയിട്ട് ആമേ സ്തോത്രം പുരുഷാരത്തോടെ ആമേ വചനം പറഞ്ഞ ശേഷം പത്രോസിന്റെ പടക് ആഴത്തിലിറക്കുവാൻ യേശു ആവശ്യപ്പെട്ടു. അവന്റെ പടകിൽ വലിയ മീൻകൂട്ടത്തെ കർത്താവ് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് എന്താ ചെയ്തത്? പാപിയാ, എന്നെ വിട്ടു പോകണമേ. വലിയൊരു നന്മയാ പത്രോസിന് കൊടുത്തത്. പക്ഷെ അത് കണ്ടപ്പോൾ ആമേ സ്തോത്രം നന്മയല്ല കണ്ടത്, പരിശുദ്ധനായ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് ക്രൂശിൽ മരിപ്പാൻ വന്ന യേശുവിനെ അവൻ അവിടെ കാണുകയാണ്. എന്നെ വിട്ടു പോകണമേ. സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം ഒരു നന്മ ചെയ്യുമ്പോൾ, ദൈവം ഒരു വിടുതൽ ചെയ്യുമ്പോൾ നമ്മുടെ കുറവുകളും കൂടി പരിഹരിക്കപ്പെടണം, നമ്മുടെ തെറ്റുകളും കൂടി പരിഹരിക്കപ്പെടണം. അർത്ഥാരാജ അപ്പോൾ മാത്രമേ ദൈവം നമ്മളെ പുതിയ ദൗത്യങ്ങൾ ഏൽപ്പിക്കത്തുള്ളൂ. കണ്ണുകളെ അടയ്ക്കാം. ആമിന്റെ അകത്ത് ആമൻ പലരും കുറവുകൾ ഏറ്റു പറഞ്ഞു എന്ന് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു കേട്ടോ. ആമേൻ. നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾ ഏറ്റു പറഞ്ഞു. ഇന്ന് വചനം സംസാരിച്ചത് വിപാഷല്ല, ഇന്ന് നിങ്ങളോട് ഇടപെട്ടത് യേശു തന്നെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിൽ വലിയ പാപബോധം ഉണ്ടായിട്ടുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ വലിയ ആമേൻ പശ്ചാത്താപം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു അനുഭവം പറയാം. ഒരു ദൈവദാസൻ, പാർശ്വമൊന്നുമല്ല, ഒരു ദൈവ പൈതല് തിരുവനന്തപുരത്ത് ഒരു ഭവനത്തില്
തിരുവനന്തപുരത്ത് ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഒരു ഭവനത്തിൽ പാർക്കേണ്ടി വന്നു. സ്തോത്രം. അവിടെ അദ്ദേഹം പാർത്തിരുന്ന ദിവസത്തില് സ്തോത്രം ഒരു 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 സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു. പലരും കടന്നു വരുന്ന വർഷങ്ങൾക്ക് മുമ്പാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രാർത്ഥനയുടെ നടുവില് ഈ ഇദ്ദേഹവും പോയിരുന്നു. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് അവിടെ ഒരു സഹോദരി ഇങ്ങനെ അന്യഭാഷ പറഞ്ഞ കൂട്ടത്തില് വള 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 എന്നിങ്ങനെ പറയുന്നു. സ്തോത്രം. വള വള കയ്യിലിടുന്ന വളയെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പെട്ടെന്ന് അന്തരീക്ഷം അങ്ങ് മാറി. അവിടെ നിന്നൊരു ഒരു സഹോദരൻ ചോദിച്ചു, എന്താ ആന്റി ഈ വള വള എന്ന് പറയുന്നത് എന്തുവാ, ദൈവം എന്തുവാ, എന്റെ വിഷയം എന്തുവാ? സ്തോത്രം. പെട്ടെന്ന് ആന്റിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് ആദരത്തിൽ കൂടി വെളിപ്പെട്ട് പറഞ്ഞു, അല്ലയോ ജോയി കുട്ടി, ഈ വീട്ടിൽ വിശ്രമിക്കാൻ വന്ന സഹോദരനാണ്. അല്ലയോ ജോയി കുട്ടി, നീ അനന്യ സ്റ്റോഴ്സിൽ നിന്ന് വള മോട്ടിച്ചത് കർത്താവ് കണ്ടേ. എന്തോ മോട്ടിച്ചത്? വള മോട്ടിച്ചു. സ്തോത്രം. അയ്യോ അറിഞ്ഞോണ്ട് മോഷ്ടിച്ചല്ല. ജോയി കുട്ടി ആ കടയിൽ പോയി നിന്നപ്പോ ഒരു വള കണ്ട് ഇഷ്ടപ്പെട്ടു. സ്വർണ്ണവളയൊന്നും അല്ല കേട്ടോ. ഇത് 40 years ബാക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സ്വർണ്ണവളയൊന്നും അല്ല, ചുമ്മാ ഒരു പളുങ്കവല കണ്ടു അങ്ങ് എടുത്തു. സ്തോത്രം. മോഷ്ടിച്ചതൊന്നും അല്ല, കയ്യിലങ്ങ് എടുത്തു. വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അതും എടുത്തോണ്ട് വീട്ടിൽ പോയി. സ്തോത്രം. അദ്ദേഹം പറയോ, ഞാനത് മോഷ്ടിച്ചതൊന്നും അല്ല, എനിക്ക് ഓർമ്മ വരുന്നു, ഞാനിങ്ങനെ ഒരു പളുങ്ക് നല്ല കളറുള്ള ഒരു വള കണ്ടു. സ്തോത്രം. വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തില് ഞാൻ അതും കറക്കിക്കൊണ്ട് അങ്ങ് വീട്ടിൽ പോയെന്ന്. സ്തോത്രം. പിന്നെ അവിടെ കണ്ട് വെച്ചു. അതുപോലും ദൈവം ഓർത്ത് വെച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു, ദൈവമേ അതിനോട് ക്ഷമിക്കണമേ. സ്തോത്രം. അത് അവിടെ കാണുമ്പോൾ അതിന്റെ പൈസ ഞാൻ കൊണ്ട് കൊടുത്തോളാമേ. സ്തോത്രം. എല്ലാ തീരുമാനം എടുത്തു പോയി. ഇന്ന് ജോയി കുട്ടി ദൈവസ്ഥാനത്തിൽ ശക്തമായി ശുശ്രൂഷിക്കുന്ന ദൈവദാസനാണ്. പ്രൈസ് ലോർഡ്. തലമുറകളെല്ലാം രക്ഷപ്പെട്ടു. പ്രൈസ് ലോർഡ്. അല്ലെ. ആമേ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ കർത്താവിൽ നിങ്ങളെ സ്നേഹിക്കുന്നു. നമ്മൾ മറന്നുപോയത് എന്തോ ഒന്ന് കർത്താവിനെ ഓർമ്മിപ്പിക്കുകയാണ്. സ്തോത്രം. നമുക്ക് ഒന്നുമില്ലാതെ തോന്നിയത് എന്തോ ദൈവത്തിന് വലിയ കാര്യമായിട്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വലിയൊരു കാര്യമായിട്ടിരിക്കുകയാണ്. അത് നിങ്ങളെ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. അത് കർത്താവ് നിങ്ങളോട് ഇടപെടുന്നു. ഏറ്റു പറയട്ടെ, ആലോചനകൾ നിവർത്തിക്കാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളുടെ സ്ഥിതികളെ മാറ്റാൻ പോകുന്നു. ദൈവം തന്ന ചില പ്രോമിസുകൾ നടക്കാൻ പോകുന്നു. സ്തോത്രം. വലിയ ചൈതന്യം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ തലമുറകളുടെ കെട്ട് അഴിയാൻ പോകുന്നു. ഉല്ലാധാര ഭൗഷാമാനാഭ. എത്ര പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചതാ, എവിടൊക്കെ പ്രാർത്ഥിപ്പിച്ചതാ. അർത്ഥരിയ ജഗഷ്യ അന്ധനെ മിനാസുകടല ഹർധനഗസിഹ ദേവന ഹദിയ ജുഗൽ ഖബരകഷ്യാംധന പ്രബലകടബന ഹബിനഗദനസിഹ. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പറക്കോട് ഒരു ശുശ്രൂഷയ്ക്ക് കടന്നുപോയി. ഞാൻ 12th പഠിക്കുന്ന സമയത്താകട്ടോ. സ്തോത്രം. പറക്കോട് ശുശ്രൂഷയ്ക്ക് കടന്നുപോയി. കർത്താവിനോട് ജോലിച്ചു നിൽക്കുന്ന സമയമാണ്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പകലും രാത്രിയിലെ മീറ്റിംഗ് പകൽ എഴുന്നേറ്റ് നിന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാം ഒരുക്കിക്കൊണ്ട് പോയത്. ഞാൻ അവിടെ ശൂന്യനായി നിൽക്കുക. എനിക്ക് ഒരു വാക്കും പറയാൻ പറ്റുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അവിടുത്തെ ഭാഷ പറഞ്ഞു, അത് ഈ ദേശത്തിന്റെ പോരാ, എല്ലാം ദേശത്തിന്റെ പോരൊക്കെ അവരഴിച്ചു. എനിക്ക് വചനം പറയുവാൻ പറ്റുന്നില്ല, ദൂത് പറയാൻ പറ്റുന്നില്ല, പ്രവചിക്കാൻ പറ്റുന്നില്ല. ഒന്നും സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഭാഷ എനിക്കൊന്നും സാധിക്കുന്നില്ല. അദ്ദേഹം ശേഷം കണ്ടിന്യൂ ചെയ്തു. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എന്താ എനിക്ക് ഇന്നിവിടെ ശുശ്രൂഷിക്കാൻ പറ്റാതിരുന്നത്? ദൈവം അതിന് തൊട്ട് മുമ്പുള്ള ദിവസം ഞാൻ എൻ്റെ മമ്മയെ വഴക്ക് പറഞ്ഞു. ഞാൻ എൻ്റെ മമ്മയെ സ്തോത്രം അരുതാത്തൊരു വാക്ക് പറഞ്ഞു. സ്തോത്രം. പെട്ടെന്നുള്ള പ്രകോപനത്തില് അത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഓർമ്മിപ്പിച്ചു. സ്തോത്രം. ഞാൻ വാഹനം കയറി. പറക്കോട് അടൂർ തമ്മിൽ വലിയ വ്യത്യാസമില്ല. വാഹനം കയറി മമ്മിയുടെ ചെന്ന്, മമ്മ, ഞാൻ കഴിഞ്ഞ ദിവസം മമ്മിയോട് ആവശ്യമില്ലാത്ത സംസാരിച്ചു, എന്നോട് ക്ഷമിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മമ്മി പറയണം, ഞാൻ അപ്പോഴേ മറന്നതാ മോനെ. ഞാൻ പറയും, മമ്മി ദൈവം മറന്നിട്ടില്ല. ഞങ്ങൾ തമ്മിൽ കരഞ്ഞ് കുറവുകൾ ഏറ്റു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വൈകിട്ട് 4 മണിക്ക് ശുശ്രൂഷ ആരംഭിക്കുക. വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാ. വൈകിട്ട് 4 മണിക്ക് ശുശ്രൂഷ ആരംഭിക്കുക. സ്തോത്രം. എന്റെ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? പകല് ചെയ്യാൻ പറ്റാത്തത്, പകല് പറയാൻ പറ്റാത്തത് സ്തോത്ര കർത്താവ് രാത്രി ചെയ്തു. 4 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന അവസാനത്തെ രാത്രി 11 മണിക്ക്. പ്രൈസ് ലോർഡ്. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളെ ആത്മാവിൽ പ്രബോധിപ്പിക്കുന്നു. എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവ് പറഞ്ഞത് പലതും ചെയ്യാൻ പറ്റുന്നില്ല.
കർത്താവ് അരുളി ചെയ്ത പലതും പ്രാപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ നമ്മൾ പെരുപ്പിച്ച് കാണിക്കുന്ന വിഷയമൊന്നുമല്ല. നമ്മൾ എവിടെയോ മറന്നു പോയത്, നമ്മൾ സാരമില്ലെന്ന് എണ്ണിയത് എന്തോ നമ്മുടെ ജീവിതത്തിൽ തടസ്സമായി നിൽക്കുന്നു. കർത്താവ് തന്ന അധികാരത്താൽ, കർത്താവ് തന്നതായ അഭിഷേകത്താൽ ആമേ സ്തോത്രം അത് നിങ്ങൾക്ക് ബോധ്യമായി വരട്ടെ. ഒരു ചെറിയ വാക്കായിരിക്കാം നമ്മുടെ നന്മകൾക്ക് തടസ്സം, ഏതെങ്കിലും കൊടുക്കൽ വാങ്ങലുകളായിരിക്കാം ഏതെങ്കിലും നന്മയ്ക്ക് തടസ്സം. ജീബല ഹതുരഘടമന അംധുനാജകഷ്യാധര ജീബലി ഹതുരഘടകനാദിഹ വേമാറാപാരം ധൽഖാര ബുഷ്യാംധനായി വേരകത്യാധുനെ രകൽ പ്രമാണകസിയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. അടിയനിതാ, അടിയനെ അയക്കണം. ദൈവത്തിന് നിങ്ങൾ എവിടെയൊക്കെയോ അയക്കുവാനുണ്ട്. ജോലി വിഷയത്തിൽ ദൈവത്തിന് അയക്കാനുണ്ട്, ശുശ്രൂഷ വിഷയത്തിൽ ദൈവത്തിന് അയക്കുവാനുണ്ട്, ദൈവത്തിന് നിങ്ങളെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കുവാനുണ്ട്. ലോകം അറിയുന്ന ഒരു നിലവാരത്തിലേക്ക് ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാനുണ്ട്, നിങ്ങളുടെ തലമുറകളെ ഉപയോഗിക്കാനുണ്ട്. യേശുവേ, ഇന്ന് രാത്രിയിൽ ഒരു വലിയ പരിഹാരം കൽപ്പിക്കണമേ. ചില നാവിനുമേല തീ തൊട്ടതിനായി സ്തോത്രം, തീക്കനൽ തൊട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ചില വിഷയങ്ങൾക്ക് പരിഹാരം കൊടുത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. നാളുകളായി മാസങ്ങളായി വർഷങ്ങളായി ജനത്തെ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളെ, അകൃത്യങ്ങളെ എന്റെ കർത്താവ് ക്ഷമിച്ചതിനായി സ്തോത്രം. വിടുതൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സൗഖ്യമാക്കുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മുടെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നു. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നാം കേട്ടതായ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം വാസ്തവമായ ഒരു ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ കൊണ്ട് നമ്മിടയായി തീർന്നല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ ക്രോശങ്ങളെ ദൈവസേനയിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് ഹല്ലേലൂയ ദൈവത്തോടും ഹല്ലേലൂയ മനുഷ്യരോടും കുറ്റമറ്റ ഒരു മനസാക്ഷിയോടെ മുന്നേറുവാനുള്ളതായ ഒരു ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കൊണ്ണം ഇടയായി തീരുന്നു എങ്കിൽ ഇന്ന് രാത്രികാലം സ്വർഗം സന്തോഷിക്കുവാൻ കൊണ്ണം ഇടയായി തീരും. രാത്രികാലം സ്വർഗം സന്തോഷിക്കുന്ന ഒരു രാത്രിയായി തീരുവാൻ കൊണ്ണം ഇടയാകേണ്ടതിന് നമ്മളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളതായ ക്രോശങ്ങൾ, ബലഹീനതകൾ, നന്ദികേടുകൾ, ദൈവം ആഗ്രഹിക്കാത്ത ഹല്ലേലൂയ നാം സങ്കീർത്തനത്തിൽ കൂടെ നാം വായിച്ചല്ലോ, അവൻ വിശുദ്ധനാകണമെന്ന്. ഹല്ലേലൂയ. അവൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം നമുക്ക് വിശുദ്ധിയോടെ ജീവിപ്പാൻ, അശുദ്ധമായ ജീവിതത്തിന്റെ ഹല്ലേലൂയ ഉടമകളായി തീർന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടുണർന്നുകൊണ്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ഹൃദ്യമായിട്ട് ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദേവദാസനിൽ കൂടെ നമ്മളോട് ഇടപെടുവാൻ കൊണ്ട് നമ്മുടെയായി തീർന്നല്ലോ. ഒരു ചെറിയ പെൺകുട്ടിയിൽ കൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ നയമാന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തെ മാറ്റുവാൻ തക്കോണം ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാത്രികാലം കേൾക്കപ്പെട്ട ചെറിയ ഹല്ലേലൂയ ആ വചനത്തിന്റെ മുൻപാകെ, ആലോചനയുടെ മുൻപാകെ നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം സംഭവിപ്പാൻ തക്കോണം ഇടയായി തീരുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തില് വലിയ വിടുതലിനും ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ തക്കോണം ഇടയായി തീരും. അവരവരായിരിക്കുന്നതായ മേഖലകളിൽ, അവരവരായിരിക്കുന്നതായ സാഹചര്യത്തിന്റെ നടുവിൽ ഹല്ലേലൂയ നമ്മളെ തന്നെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ജീവിതത്തിൽ കടന്നു വന്നു പോയിട്ടുള്ളതായ ക്രോശങ്ങൾ, എന്റെ സംസാരത്തില്, നോട്ടത്തില്, ഭാവത്തില്, ഇടപാടുകളിലെല്ലാം കടന്നു വന്നു പോയിട്ടുള്ളതായ പല വിഷയങ്ങളെ ഞാൻ അറിഞ്ഞും ഓർമ്മയിലിരുന്നതും ഓർക്കാതെ പോയിട്ടുള്ളതും കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ളതുമായ വിഷയങ്ങളെ കർത്താവേ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കൊണ്ടും ഇടയായി തീരുന്നെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവം നമ്മളോട് ഹല്ലേലൂയ ക്ഷമിച്ച് നമ്മുടെ ക്രോശങ്ങളെ ഹല്ലേലൂയ ദൈവം ക്ഷമിച്ച് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഒരു പുതുമനുഷ്യനായി, ഒരു പുത്തൻ കൃപയുള്ളവനായി, പുത്തൻ കൃപാവരമുള്ളവരായി ഹല്ലേലൂയ നമുക്ക് മുന്നേറുവാനുള്ളതായ കൃപ കർത്താവ് നമ്മുടെ മേൽ പകർന്നു തരുവാൻ കൊണ്ടും ഇടയായി തീരും. അതിനായി നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, മനോഹരമായ ഈ രാത്രി സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയം അടിയങ്ങൾക്ക് നിന്റെ പാദപീഠത്തോട് അടുത്ത് വരുവാൻ ഗുണം കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും വലിയ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കൊണം ഇടയായി തീർന്നല്ലോ. പാടുവാൻ കൊണം കർത്താവെ സൗകര്യമായ ബലപ്പെടുത്തിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇനി കർത്താവെ ഞങ്ങൾക്ക് കൂടെ ചേർന്ന് പാടുവാൻ അല്ലെങ്കിൽ അത് ധ്യാനിപ്പാനും ഒക്കെ കർത്താവ് ഇടയാക്കി തീർത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. വിവിധ വിഷയങ്ങളെ വഹിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ കൊണം ഇടയായി തീർന്നല്ലോ. പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം സ്വർഗം ശ്രദ്ധ വെച്ച് കേട്ടതിനാൽ സ്തോത്രം. അതിന്റെ മേൽ നീ മറുപടി അയച്ചിരിക്കാൻ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ വ്യക്തമായ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ വചനത്തിന്റെ മറുപടികൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കൊണ്ട കർത്താവെ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സങ്കീർത്തനത്തിൽ കൂടെ നീ ഞങ്ങളോട് ഇടപെട്ടതിനാൽ സ്തോത്രം. ഞങ്ങളെ ശോധന ചെയ്യുന്നവനായ ഒരു കർത്താവിന്റെ മുൻപിലാണ് ഞങ്ങളായിരിക്കുന്നത് എന്നുള്ളതായ ഒരു പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഓരോ ദിവസവും ഞങ്ങൾക്ക് മുന്നേറുവാനുള്ളതായ കൃപ കർത്താവ് ഞങ്ങളുടെ മേൽ പകർന്നു തരുമാറാകണം എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കും. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇയ്യോബ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ, നീ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. ഹല്ലേലൂയ. പുറത്തു വരുന്നതായ അനുഭവങ്ങൾ ഹല്ലേലൂയ പൊന്നുപോലെ പുറത്തു വരുന്നതായി ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കേൾക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് രൂപാന്തരത്തിനും അല്ലെങ്കിൽ അത് വിടുതലിനും കാരണമായി തീരുവാൻ ഞങ്ങൾ പൊന്നുപോലെ പുറത്തു വരുവാൻ നിത്യതയോട് അടുപ്പിക്കുന്ന അനുഭവങ്ങളായി മാറുവാൻ കൊണ്ടാം കർത്താവെ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി അടിയങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ നീ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം. ഇന്ന് രാത്രികാലം കർത്താവെ സുഖകരമായ ഉറക്കത്തെ ദാനം ചെയ്യണമേ. രാത്രിയാമങ്ങളിൽ നീ ഞങ്ങളോട് ഇടപെടുമാറാകണമേ. വ്യക്തിപരമായി ഞങ്ങൾക്ക് ദൈവസേന അതിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ ദൈവ സാന്നിധ്യം വാസ്തവമായി അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കേട്ടതുപോലെ ഹല്ലേലൂയ ശമൂവേലിനോട് ഇടപെട്ട ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുന്നതായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ്റെ ഗുണം ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ്റെ ഗുണം കർത്താവെ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിന് വേണ്ടി അടിയങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചന ശുശ്രൂഷിച്ച ദൈവദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാസനെ പിന്നെ നീ ബലപ്പെടുത്തുമാറാകണമേ. ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്ന ദൈവാലോചനകൾ ഹല്ലേലൂയ പ്രസ്താവിപ്പാനുള്ളതായ ദൈവിക ജ്ഞാനത്താൽ നിറച്ചു കർത്താവെ പിന്നെ നീ വഴി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കാവലും കർത്താവ് ബലവും കർത്താവ് നൽകിക്കൊടുത്ത് വഴി നടത്തേണ്ടതിനായി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഡ്മിനായിരിക്കുന്നതായ സഹോദര്യ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താനായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. തന്നിൽ കൂടെ കർത്താവെ അനേക ജീവിതങ്ങൾക്ക് വിടുതലും ആശ്വാസവും അനുഗ്രഹമായി തീരുവാൻ കൊണ്ടും കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന ദൈവവചനം ശ്രവിച്ചതായ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം എന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് കർത്താവെ ഈ ദിവസങ്ങളിൽ ജീവിതത്തിൽ വരുത്തേണ്ടതായ മാറ്റങ്ങളെ വരുത്തി കർത്താവെ ഹല്ലേലൂയ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നതായ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കൊണ്ടും കർത്താവെ ഓരോ ഡിവിഷനെയും കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. ആർക്കും ശിക്ഷാവധിക്ക് കാരണമായി തീരുവാൻ ഇടയാകാതെ കണ്ട് കർത്താവെ അല്ലെങ്കിൽ നിത്യയോട് ദൈവത്തോട് അടുക്കുന്നതായ ഒരു അനുഭവമായി മാറുവാൻ കൊണ്ടും കർത്താവ് ഏവരെയും സഹായിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ് വിവിധ വിഷയങ്ങളുടെ മുഖത്ത് ഭാരവും പ്രയാസവും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ടല്ലോ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം വിഷയങ്ങളുടെ മുഖത്ത് ഭാരപ്പെടുന്നുവോ, ദുഃഖിക്കുന്നുവോ, പ്രയാസപ്പെടുന്നുവോ അവരെല്ലാം കർത്താവേ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയത്തിന്റെ മേലും ദൈവികമായ ഒരു വിടുതലുകൾ കാണുവാൻ കൊണ്ടും കർത്താവ് സഹായിക്കണമേ. എന്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പൊന്നുകരം അവരോട് കൂടെ ഇരുന്ന് ദൈവം അവരെ വഴി നടത്തേണ്ടതിന് വേണ്ടി ഞങ്ങൾ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥനയും മറുപടി കൃപകൾക്കായി സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിന്റെ തന്നിമേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം ഇപ്പോഴും എപ്പോഴും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ, ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലസ് യു ഓൾ. മോനിമാമേ അമ്മച്ചിയെന്ന് കാണിക്കുവാണെങ്കിൽ എബിപാസ്റ്ററെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാം. മോനിമാ ഇതിനുള്ളില് മാതാവ് ഭയങ്കര വിമ്മിഷ്ടവും ബുദ്ധിമുട്ടും. ആരെങ്കിലും ഗവേഷണം റിസർച്ച് ചെയ്യുവാൻ ആരുടെയെങ്കിലും കുഞ്ഞുങ്ങൾ
റിസർച്ച് ചെയ്യുവാൻ, റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ PhD എടുക്കുക, അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും കുഞ്ഞുങ്ങൾ എന്നെ അങ്ങനെ കാണിച്ചു, റിസർച്ച് ഫെലോ, ഒരു ഗവേഷണത്തിൽ ഏർപ്പെടുന്നതും അതിൽ കൂടി അറിയപ്പെടുന്നതും പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. നിബിയ പഠിക്കുന്ന കോളേജിൽ അവളോട് പറഞ്ഞിട്ടുണ്ട്, അവള് വന്ന് PhDക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ എല്ലാ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടോ. കർത്താവിനെ കാണിച്ചു, ഗവേഷണം ചെയ്യുന്നു, ഗവേഷണത്തിൽ പോകുന്നു. സാജൻ പാസ്റ്ററെ ഉണ്ടോ? പാസ്റ്റർ ബിബ്ലിക്കലായിട്ട് ഡോക്ടറേറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതുവരെ അതിനുള്ള ഇവിടത്തെ ഉള്ള സാഹചര്യം അതിനൊത്തു വരാത്തോണ്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒന്ന് നിർത്തി വെച്ചേക്കുവാ പാസ്റ്ററെ. പക്ഷെ അത് തുടങ്ങും. സ്തോത്രം. സ്തോത്രം. മോനിമ അമ്മച്ചിയെ ഒന്ന് കാണിച്ചേ. ബിബ്ലിക്കൽ പഠനത്തിൽ ഡോക്ടറേറ്റ് കിട്ടും കേട്ടോ. നേതൃത്വത്തിന് പോന്നു. ഇപ്പം ഇതുവരെ അവിടെ ഇരിക്കുവായിരുന്നു. ഇപ്പൊ ഞാൻ അവിടെ മോളിമാമ ഉണ്ടല്ലോ ലൈനി. മോളിമാമ മ്യൂട്ട് ഓഫ് ചെയ്യാതിരിക്കുവല്ലേ? കേൾക്കുന്നുണ്ടോന്ന് അറിയില്ലല്ലോ. ഇപ്പൊ അപ്പുറത്തുനിന്ന് ഞാൻ ഇതുവരെ അവിടെ ഇരിക്കുവായിരുന്നു. അവിടുന്ന് ഇപ്പോഴാണ് ഇങ്ങോട്ട് പോകുന്നേ. കുഴപ്പമില്ല. പാസ്റ്റർ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം.